ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു ജേർണൽ സെറ്റാക്കിയാലോ? ജേർണലിനെ കുറിച്ച് വലിയ ഇൻട്രോയുടെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ ചെറിയൊരു ഇൻട്രോ പറഞ്ഞുതരാം. ജേർണൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് ഓർഗനൈസ്ഡ് ആക്കി വെക്കാനും നമ്മുടെ തോട്ട്സൊക്കെ എഴുതി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ജേർണൽ. ജേർണൽ ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു നോട്ട് മതി. ക്ലാസ്മേറ്റിൻ്റെ ചെറിയൊരു നോട്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു നോട്ടും ഒരു പേനയോ മാത്രം മതി. ഞാനിവിടെ ഒരു വരയിട്ട ഒരു സ്പൈറൽ നോട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ജേർണൽ ചെയ്യാൻ രണ്ട് രീതികളുണ്ട്. ഒന്ന്, നമുക്ക് ക്രിയേറ്റീവായിട്ട് ആർട്ടിസ്റ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പടമൊക്കെ വരച്ച് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. രണ്ട്, നമുക്ക് സിംപ്ലി എന്തെങ്കിലും പേന കൊണ്ട് എഴുതുക, നമ്മുടെ തോട്ട്സൊക്കെ പേന കൊണ്ട് എഴുതി സിംപ്ലി അങ്ങനെയും നമുക്കൊരു ജേർണൽ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ക്രിയേറ്റീവായിട്ട് കുറച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജേർണലിൻ്റെ കവർ പേജ് ഞാൻ അക്രലിക് പെയിൻറ് കൊണ്ട് കുറച്ച് പൂവും കായും ഒക്കെ വരച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. പിന്നെ നമ്മുടെ ഫസ്റ്റ് പേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിസ് ബുക്ക് ബിലോങ്സ് ടു എന്ന് പറഞ്ഞ് എഴുതി ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കളർ പേപ്പറിൻ്റെ എഡ്ജസ് കൈകൊണ്ട് കീറി പേജിൻ്റെ രണ്ടറ്റത്തായിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഓരോ എഡ്ജസിലും ബ്ലാക്ക് കളർ പെൻ കൊണ്ട് ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് ആണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് കൈ കൊണ്ട് കീറാൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് കീറിയാലേ അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഡിസൈൻ വരത്തുള്ളൂ. ആ ഒരു ടെക്സ്ചർ വരണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കീറണം. പിന്നെ ഞാൻ ഇതിൻ്റെ നടുക്ക് സിമ്പിളായിട്ടൊരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സ്റ്റാർസും ആ സ്റ്റിക്കി നോട്ടിൻ്റെ ചുറ്റും ഒട്ടിച്ച് ഡിസൈൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അടുത്ത് നമ്മുടെ 12 മന്ത്സിൻ്റെ ഒരു ഓവർവ്യൂ പോലെയാണ്. 12 മന്ത്സ് ഞാനിവിടെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ട് മുകളിൽ 2025 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് മാർക്ക് ചെയ്തിടാം, അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി എന്ന് എഴുതിയിടാം, അത്രേ ഇതിനകത്തുള്ളൂ. പിന്നെ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈലൈറ്റ്സ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ജേർണലാണിത്. അതിൽ ഞാൻ എഴുതിയിരുന്ന ഒരു സംഭവമാണ് ഹൈലൈറ്റ്സ് ഓഫ് ദ ഇയർ. ഒരു മന്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത്, എല്ലാ മന്ത്സും നമ്മളിങ്ങനെ എഴുതിയിട്ട് ഒരു മന്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത് എഴുതാം. ഇവിടെ ഞാൻ റൗണ്ടായിട്ട് വയ്ക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു ലൈൻ വരച്ച് അതിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 12 മന്ത്സിൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഹൈലൈറ്റ്സ് ഓഫ് ദ ഇയർ 2025 ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത പേജിൽ നമ്മൾ ഡ്രീംസ് ലോഗാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇയറിലുള്ള നമ്മുടെ ഡ്രീംസും ഗോൾസും അതാണ് എഴുതുന്നത്. ഈ ഒരു പേജിനെ ഇങ്ങനെ ഈക്വലായിട്ട് 2 ബോക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ബോക്സിൽ ഞാൻ ടോപ്പ് ഗോൾസ് ഓഫ് ദ ഇയർ ആണ് എഴുതിയിട്ടുള്ളത്, ഈ വർഷത്തെ എൻ്റെ ഗോൾസ്. സെക്കൻഡിൽ ടോപ്പ് ഗോൾസ് ഓഫ് ദ ലൈഫാണ് എഴുതിയിട്ടുള്ളത്, എൻ്റെ ലൈഫിൽ എനിക്ക് ഉള്ള ടോപ്പ് ഗോൾസ്. പിന്നെ അടുത്ത പേജിൽ നമ്മൾ അഫർമേഷൻസ് ആണ് എഴുതുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇയറിൽ നമുക്ക് ഹോൾ ഇയറിൽ നമുക്ക് വായിക്കാനുള്ള അഫർമേഷൻസ്, ഞാൻ ഈ ഇയറിൽ ഹാപ്പി ആയിരിക്കും, ഞാൻ ഈ ഇയറിൽ ഗുഡ് ഒമൻസിനെ ഫോളോ ചെയ്യും, ഇങ്ങനത്തെ കുറച്ച് അഫർമേഷൻസ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അഫർമേഷൻസ് ഓഫ് ദി ഇയർ. പിന്നെ അടുത്ത് ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇയറിൽ ഞാൻ എന്തൊക്കെ കൂടുതൽ ചെയ്യണം, എന്തൊക്കെ കുറയ്ക്കണം, എന്തൊക്കെ ചെയ്യുന്നത് കുറയ്ക്കണം, എന്തൊക്കെ എൻ്റെ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെ കുറയ്ക്കണം, എൻ്റെ ഗുഡ് ഹാബിറ്റ്സ് എന്തൊക്കെ ഞാൻ എൻഹാൻസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ താഴെ ഞാൻ കോട്ട് ഓഫ് ദി ഇയർ എന്നും എഴുതുന്നുണ്ട്. ഞാൻ ഹക്കൂന മറ്റാറ്റ എന്ന് പറയുന്നൊരു കോട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് മീൻസ് നോ വറീസ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ഡേയ്സ് എന്നും എഴുതി അത് ഞാൻ ഡിസൈൻ ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പേജിൽ നമ്മൾ നോട്ട് ടു സെൽഫാണ് എഴുതുന്നത്. നമുക്ക് ഈ ഒരു ഇയറിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ്, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് തന്നെ കീപ്പ് ചെയ്യേണ്ട കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ പ്രോമിസസ് എന്നൊക്കെ പറയാം.
അതുപോലെ കുറച്ച് പ്രോമിസസ് ഞാൻ സ്റ്റിക്കി നോട്ടിൽ എഴുതി ഈ ഒരു നോട്ട് ടു സെൽഫ് എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ ചുറ്റുമായിട്ട് ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് പേജിൽ നമ്മൾ എഴുതുന്നത് ഈ വർഷം നമ്മൾ വായിച്ച ബുക്സിൻ്റെ ലിസ്റ്റാണ്. ഏറ്റവും നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഈ ഒരു പേജിനെ രണ്ട് ബോക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ബോക്സിൽ ഈ ഇയറിൽ ഞാൻ ഓവറോൾ ആയിട്ട് എത്ര ബുക്സ് വായിച്ചു ആ ബുക്സിൻ്റെ നെയിംസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ബോക്സ് ഞാൻ ഇട്ടിട്ടുള്ളത്, ബുക്സ് റെഡ്. അടുത്ത രണ്ടാമത്തെ കോളത്തിൽ ഞാൻ എത്ര മൂവീസ് കണ്ടു, അതിലെനിക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് ഏതൊക്കെയാണ് അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ബോക്സ് ഞാൻ എഴുതിയിട്ടുള്ളത്. ബുക്സ് ഓഫ് ദ ഇയർ ഫസ്റ്റ് കോളം, മൂവീസ് ഓഫ് ദ ഇയർ സെക്കൻഡ് കോളം. ഈ ഒരു പേജിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു ഇയറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വച്ചേക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എഴുതുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഓഫ് ദി ഇയർ എന്ന് മാത്രം, ഇമ്പോർട്ടൻ്റ് സ്റ്റഫ്സ് ഓഫ് ദി ഇയർ എന്ന് മാത്രം ഞാൻ എഴുതുന്നേ ഉള്ളൂ. ഇനി അടുത്ത പേജിൽ നമ്മൾ നമ്മുടെ സേവിങ്സ് ട്രാക്കറാണ് വരയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് ചെയ്യാനായിട്ടൊരു ശീലമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ട്രാക്കറാണിത്. എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോട്ട് വരച്ചിട്ട് അതിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഓരോ മന്ത്സിൻ്റെ പേര് എഴുതുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ സേവിങ്സ് ട്രാക്കർ എന്ന് എഴുതിയിട്ട് ഏറ്റവും താഴെ ഞാൻ ടോട്ടൽ, ഈ വർഷം നമുക്ക് ടോട്ടൽ എത്ര കിട്ടിയെന്ന് അവസാനമാകുമ്പോൾ ടോട്ടൽ ചെയ്ത് എഴുതാനായിട്ടാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഗോളായിട്ട് എത്ര എമൗണ്ട് എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഗോളും ഞാൻ എഴുതുന്നുണ്ട്. ഞാൻ 5000 ആണ് എഴുതുന്നത്.